ടാക്സിനെ കുറിച്ച് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട്, അത് സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തായിക്കോട്ടെ, അതിൽ എത്രത്തോളം ടാക്സ് എമൗണ്ട് ഉണ്ടാവും, അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അതിൽ എത്രത്തോളം ടാക്സിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് ശരിക്കും അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതിൽ 2 പാർട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആരാണോ ടാക്സ് പേ ചെയ്യേണ്ടത് അയാൾ തന്നെ ഗവൺമെന്റിലോട്ട് നേരിട്ട് അടക്കണം. അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു സാലറി പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനി ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, അവരുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് എത്രത്തോളം ടാക്സ് ഉണ്ടോ അത് ഗവൺമെന്റിലോട്ട് അടക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് എടുക്കും. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുന്നു, ഒരു ബിരിയാണി കഴിക്കുന്നു, ഒരു 150 രൂപയുടെ ബിരിയാണിയുടെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 5% GST കൂടെ അടക്കുന്നുണ്ട്. ഈ GST കൂടെയുള്ള എമൗണ്ട് ആണ് ശരിക്കും നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പേ ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് അടക്കുന്നത് നമ്മളാണ്, പക്ഷേ റെസ്റ്റോറൻ്റ് ആണ് പിന്നെ അത് ഗവൺമെന്റിലോട്ട് അടക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇൻഡയറക്ട്ലി ആണ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ആ ടാക്സ് ഈടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്.